4 പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. ദേശീയപാത വികസനത്തിന് പണം നൽകിയ സംസ്ഥാനം കേരളം മാത്രമെന്ന വാദം പച്ചക്കള്ളമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. മറ്റു നിരവധി സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ പണം നൽകിയെന്ന് എളമരം കരീം രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ച് അൻവർ പറഞ്ഞു. നിതിൻ ഗഡ്കരി എളമരം കരീമിന് നൽകിയ ഉത്തരത്തിൽ 10 സംസ്ഥാനങ്ങൾ പണം നൽകിയിട്ടുണ്ടെന്ന് അൻവർ പറഞ്ഞു. 25% തുകയോളം വിവിധ സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുണ്ട്. ഡൽഹി സർക്കാർ 3600 കോടിയാണ് നൽകിയത്. 106 കിലോമീറ്റർ ദേശീയപാത നിർമ്മിക്കാൻ ബീഹാർ സർക്കാർ 100% തുകയും ഏറ്റെടുത്തു. തമിഴ്നാട് സർക്കാർ 50% തുകയും ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി നൽകി. കർണാടകയും ആന്ധ്രയും ഒറീസയും 50% തുക നൽകി. എന്നിട്ടും കേരളം മാത്രമാണ് ഭൂമി ഏറ്റെടുക്കാൻ പണം നൽകിയതെന്ന് വകുപ്പ് മന്ത്രി പച്ചക്കള്ളം പറയുന്നുവെന്ന് അൻവർ പറഞ്ഞു. ഏറ്റവും കുറവ് പണം നൽകിയത് കേരളമാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു. ദേശീയപാതയിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ റിയാസ് ഒളിച്ചോടുകയാണ് ചെയ്തത്. 2 ദിവസം വീട്ടിൽ കയറി ഒളിച്ചിരുന്നു. കരാറുകാരെ നിയന്ത്രിക്കുന്നതിൽ വരെ റിയാസ് ഇടപെട്ടുവെന്നും കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ മന്ത്രിക്ക് ധൈര്യമില്ലെന്നും PV അൻവർ പറഞ്ഞു. ടൂറിസം വകുപ്പ് റീൽസ് എടുക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചുവെന്നും അൻവർ പറഞ്ഞു. താൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് നുണയാണെന്ന് പറഞ്ഞ് കമന്റുകൾ വന്നു. കുട്ടികൾ വരെ റീൽസ് എടുക്കുന്ന കാലമാണ്. അപ്പോഴാണ് 39 ലക്ഷം കൊടുത്ത് 4 റീൽസ് ഉണ്ടാക്കുന്നത് എന്നും അൻവർ കുറ്റപ്പെടുത്തി. റിയാസ് മന്ത്രി ആയതിനു ശേഷം നിലമ്പൂരിലെ വികസനം തടസ്സപ്പെട്ടുവെന്നും പൂവൻ പഴം വെച്ച് കഴുത്തറക്കുന്ന പരിപാടിയാണ് റിയാസ് ചെയ്തിരിക്കുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.